സ്പോർട്സ് ബൈക്ക് വാങ്ങാൻ എല്ലാവർക്കും പറ്റും, അത് കൊണ്ട് നടക്കാനാണ് പാട്. ഞാൻ ഈ പറയാൻ പോകുന്നത് ഒന്നും എൻട്രി ലെവൽ ബൈക്കിന്റെ കാര്യമല്ല, എല്ലാം 300-400+ കാറ്റഗറി വരുന്ന വാഹനങ്ങളുടെ കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം ഫ്യൂലാണ്. നിങ്ങൾ എത്രത്തോളം പവർ എൻജോയ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഫ്യൂലും കത്തിപ്പോവും. രണ്ടാമത്തെ കാര്യം വേറൊന്നുമല്ല, ടയർ റീപ്ലേസ്മെന്റ് ആണ്. 8,000 തൊട്ടൊരു 12,000 14,000 വരെ മാക്സിമം. അതിന് മേലെ ഒരു ടയർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ടയറിന്റെ വിലയാണെങ്കിലും 8,000 തൊട്ട് മേലേക്കേ വരൂ, താഴോട്ട് ഒരു ടയർ നിങ്ങൾ നോക്കണ്ട. മിഷ്ലിൻ റോഡ് ഫ്ലൈ പോലത്തെ ടയറിനൊക്കെ 19,000 രൂപ പെയറിന്. നമ്മുടെ സർവീസ് തന്നെയാണ്. വാഹനം സർവീസ് ചെയ്യുമ്പോൾ ഓയില്, ബ്രേക്ക് പാഡ് എല്ലാത്തിനും കോസ്റ്റാണ്. അതും പോലെ തന്നെ എന്തെങ്കിലും ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ പാർട്സ് വരാനും അതിഭീകര താമസമാണ്. 1 മാസം 2 മാസമൊക്കെ വണ്ടി ഷോറൂമിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥകളുണ്ട്. അതുകൊണ്ട് അതും സൂക്ഷിക്കുക. നാലാമത്തത് റൈഡിംഗ് ഗിയേഴ്സ് ആണ്. ഇതേപോലത്തെ ഗ്ലൗവ്, ബൂട്ടൊക്കെ യൂസ് ചെയ്ത് വാഹനം ഓടിക്കുക. വീണ് കഴിഞ്ഞാൽ വണ്ടി ശരിയാക്കാം, കയ്യും കാലും പോയാൽ ശരിയാക്കാൻ പറ്റില്ല. അഞ്ചാമത്തത് മോഡിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ സ്റ്റോക്കായി കൊണ്ടു നടക്കാന്നുള്ള ചിന്ത അത് വെറുതെയാണ്. മോഡിഫൈ ചെയ്യും, ഫൈൻ അടയ്ക്കും. ഇത് തന്നെ നടക്കാൻ പോകുന്നത്. ബൈക്ക് ഓണർഷിപ്പ് എന്ന് പറയുന്നത് വാങ്ങുന്ന മാത്രമല്ല, ശരിക്കുള്ള ഓണർഷിപ്പ് വണ്ടി വാങ്ങി കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ബൈക്ക് ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾ ആ ബൈക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ബൈ ദാറ്റ് ബൈക്ക്. ഇറ്റ് വിൽ മേക്ക് യു ഹാപ്പിയർ. ടാറ്റാ.